നടി മീര വാസുദേവൻ മലയാളികൾക്ക് ഇപ്പോൾ കുടുംബവിളക്കിലെ സുമിത്രയാണ്. മാത്രം പോലെ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം മലയാളം വിട്ടുപോയ നടി വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് അഭിനയിക്കാൻ എത്തിയത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ്. കുടുംബവിളക്കിലെ നായികാവേഷം നടിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു. ഇതിനിടെ മീരയുടെ വിവാഹം കഴിഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇക്കഴിഞ്ഞ മാസമായിരുന്നു മീര വാസുദേവന്റെ 3ാം വിവാഹം. ആദ്യ 2 വിവാഹബന്ധവും വേർപിരിഞ്ഞു നിന്ന നടി കുടുംബവിളക്ക് സീരിയലിലെ ഛായാഗ്രാഹകനായ വിപിൻ പുതിയംഗവുമായി വിവാഹിതയാവുകയായിരുന്നു. ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് മീരയെയും വിപിനെയും തേടിയെത്തിയത്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മീരയുടെ ആദ്യ വിവാഹബന്ധങ്ങളുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി. എന്നാൽ നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും അവരുടെ ജീവിതവുമായി മുന്നോട്ടു പോകുകയാണ്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും വിപിനും തമ്മിൽ വിവാഹിതരാവുന്നത്. ഇരുവരും കുടുംബവിളക്ക് സീരിയലിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടായ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. മീര നായികയായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ ക്യാമറാമാനായിരുന്നു വിപിൻ. ലളിതമായ രീതിയിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതും. പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ പുതിയംഗം സിനിമ, ടെലിവിഷൻ രംഗത്ത് ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. 2019 മുതൽ മീരയും വിപിനും ഒരേ പ്രൊജക്ടിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അടുപ്പത്തിലായത് ഒരു വർഷം മുൻപാണ്. അതേസമയം മീരയുടെ മറ്റ് വിവാഹജീവിതത്തെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയ നടിയെ വിമർശിച്ചത്. 2005-ലാണ് മീരയും വിശാൽ അഗർവാളും വിവാഹം കഴിക്കുന്നത്. 5 വർഷത്തിന് ശേഷം 2010-ൽ ഈ ബന്ധം വേർപെടുത്തി. പിന്നീട് 2012-ലാണ് നടൻ ജോൺ കൊക്കനെ മീര വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ ഒരു മകനും ജനിച്ചു. 2014-ൽ താരങ്ങൾ പിരിഞ്ഞു. നിലവിൽ മകൻ മീരയുടെ കൂടെയാണ്. തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മീര പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ വിപിനുമൊത്തുള്ള പുതിയൊരു ഫോട്ടോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് താരം. വിമർശിച്ചവർക്ക് മുന്നിൽ ഭാര്യയെ ചേർത്ത് പിടിച്ച് സ്നേഹചുംബനവുമായി നിൽക്കുന്ന വിപിൻ.